തമിഴ് ചലച്ചിത്ര നിർമ്മാതാവായ AVM ശരവണൻ വിടവാങ്ങി. നീതിയോ നിയമമോ? അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും പരസ്യവധശിക്ഷ. രാഹുൽ മാങ്കൂട്ടത്തെ ബാംഗ്ലൂരുവിലെത്തിച്ച ഡ്രൈവർ അറസ്റ്റ്. പത്മകുമാർ വീണ്ടും റിമാൻഡിൽ. തമിഴ് ചലച്ചിത്ര നിർമ്മാതാവായ AVM ശരവണൻ വിടവാങ്ങി. തമിഴ് സിനിമാ ലോകത്തു നിന്നും ഇന്നൊരു ദുഃഖകരമായ വാർത്തയാണുള്ളത്. തമിഴ് സിനിമാ ലോകത്തെ മുതിർന്ന നിർമ്മാതാവും AVM സ്റ്റുഡിയോയുടെ സാരഥിയുമായ AVM ശരവണൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 86-ാം വയസ്സിലെ പിറന്നാളിന് പിന്നാലെ ഇന്ന് പുലർച്ചെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. AVM പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ തമിഴിലെ ശ്രദ്ധേയമായ ഒട്ടേറെ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. രജനികാന്തിന്റെ ശിവാജി ദി ബോസ്, വിജയുടെ വേട്ടൈക്കാരൻ, സൂര്യയുടെ അയൻ, മിൻസാര കനവ്, ജെമിനി, പ്രിയമാന തോഴി എന്നീ ഒട്ടനവധി ചിത്രങ്ങളുടെ നിർമ്മാതാവാണ് അദ്ദേഹം. AVM സ്റ്റുഡിയോ ഉടമ AV മെയ്യപ്പനാണ് അദ്ദേഹത്തിന്റെ പിതാവ്. സഹോദരൻ N ബാലസുബ്രഹ്മണ്യത്തിനൊപ്പമാണ് സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് ചുവടുവെച്ചത്. 1997 പിതാവിന്റെ മരണശേഷം AVM പ്രൊഡക്ഷൻസിന്റെ സാരഥിയായി ചുമതലയേറ്റു. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ മൃതശരീരം ചെന്നൈ AVM സ്റ്റുഡിയോയിൽ പൊതുദർശനത്തിന് വെച്ചു. നീതിയോ നിയമമോ? അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും പരസ്യവധശിക്ഷ. 9 കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 13 പേരെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളെ പരസ്യമായി വെടിവെച്ചു കൊന്നു 13 വയസ്സുകാരൻ. അഫ്ഗാനിസ്ഥാനിലെ ഗോസ്റ്റിലാണ് സംഭവം. 80,000-ഓളം ജനങ്ങൾ നോക്കി നിൽക്കെ വധശിക്ഷ നടപ്പിലാക്കിയത്. മംഗൾ എന്നാണ് വധിക്കപ്പെട്ടയാളുടെ പേരെന്ന് താലിബാൻ അധികൃതർ. ഇയാളെ അഫ്ഗാനിസ്ഥാൻ സുപ്രീം കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. താലിബാൻ പരമോന്നത നേതാവ് ഹിദത്തുള്ള അഖണ്ഡസാദ വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകുകയായിരുന്നു. 2021-ൽ താലിബാൻ അധികാരത്തിലെത്തിയ ശേഷം നടക്കുന്ന 11ാമത്തെ വധശിക്ഷയാണിത്. വധശിക്ഷ നടപ്പാക്കുന്നത് കാണുവാൻ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളടക്കം 80,000-ഓളം ആളുകളാണ് ഗോ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നത്. ഇക്കഴിഞ്ഞ ഒക്ടോബറിലും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പരസ്യ വധശിക്ഷ നടപ്പാക്കുന്നതായിരുന്നു. യുവാവിനെയും ഗർഭിണിയായ ഭാര്യയെയും കൊലപ്പെടുത്തിയ പ്രതിയെ ഇരകളുടെ ബന്ധു തന്നെയായിരുന്നു വധിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തെ ബാംഗ്ലൂരുവിലെത്തിച്ച ഡ്രൈവർ അറസ്റ്റിൽ. രാഹുലിനെ ബാംഗ്ലൂരിലെത്തിച്ച ഡ്രൈവറാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. ഇയാൾക്ക് കോൺഗ്രസുമായോ രാഹുലുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ബാംഗ്ലൂരിലെത്തിക്കാനായി ഏർപ്പാടാക്കിയ ആളെന്ന നിഗമനത്തിൽ ജോസ് എന്ന വ്യക്തിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പത്മകുമാർ വീണ്ടും റിമാൻഡിൽ. തിരുവനന്തപുരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ വീണ്ടും പ്രതി ചേർത്തു. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളി കേസിലാണ് CPIM നേതാവ് കൂടിയായ പത്മകുമാറിനെ SIT പ്രതി ചേർത്തത്. ഇതോടെ ഇരു കേസുകളിലും പത്മകുമാർ പ്രതിയായി. ഡിസംബർ 18 വരെ 14 ദിവസത്തേക്കാണ് റിമാൻഡ്. ഡിസംബർ 8-ന് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. കേസിലെ 4-ാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ ജയശ്രീയുടെയും 6-ാം പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറും മുൻകൂർ ജാമ്യമില്ല എന്ന് കോടതി അറിയിച്ചു.